Now we are going to discuss about shareholders meeting. Shareholders meetings are of three kinds: annual general meeting, extraordinary general meeting and class meeting. മൂന്ന് രീതിയിലാണ് ഷെയർഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ്: ആനുവൽ ജനറൽ മീറ്റിംഗ്, extraordinary general meeting and class meeting. First is annual general meeting. Section 96 of the Companies Act provides that every company other than one person company is required to hold an annual general meeting every year. കമ്പനീസ് ആക്ട് സെക്ഷൻ 96 പ്രകാരം എല്ലാ കമ്പനികളും, ഒരു 1 person കമ്പനി ഒഴികെയുള്ള എല്ലാ കമ്പനികളും വർഷത്തിലൊരു പ്രാവശ്യം ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം എന്നുള്ളതാണ്. ആനുവൽ ജനറൽ മീറ്റിംഗ് ഷുഡ് ബി ഹെൽഡ് വൺസ് എവറി ഇയർ. വർഷത്തിലൊരിക്കൽ ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കണം. 1 person കമ്പനി ഒഴികെയുള്ള എല്ലാ കമ്പനികളും എല്ലാ വർഷവും ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കണം. ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ദ കമ്പനി ഷുഡ് ബി ഹെൽഡ് വിത്തിൻ 9 months ഫ്രം ദി ക്ലോസിംഗ് ഓഫ് ദി ഫസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ. ഒരു കമ്പനി ഫോം ചെയ്ത് ഫസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 9 മാസത്തിനുള്ളിൽ അതിൻ്റെ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കണം. ഒരു കമ്പനി ഫോം ചെയ്ത് ഫസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ് ഒരു 9 months ഉള്ളിൽ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കണം. സബ്സിക്വൻറ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി ഷുഡ് ബി ഹെൽഡ് വിത്തിൻ 6 months ഫ്രം ദി ക്ലോസിംഗ് ഓഫ് ദി ഫൈനാൻഷ്യൽ ഇയർ. തുടർന്നുള്ള മീറ്റിങ്ങുകൾ നടത്തേണ്ടത് ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് ഫൈനാൻഷ്യൽ ഇയേഴ്സ് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ തുടർന്നുള്ള ആനുവൽ ജനറൽ മീറ്റിങ്ങുകളും വിളിച്ചു കൂട്ടണം. Next, the gap between two annual general meetings should not exceed 15 months. 2 ആനുവൽ ജനറൽ മീറ്റിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് 15 മാസത്തിൽ കൂടാൻ പാടില്ല. അതായത് ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് കഴിഞ്ഞ് 15 മാസത്തിനുള്ളിൽ നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. 2 ആനുവൽ ജനറൽ മീറ്റിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് 15 മാസത്തിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഒരു കമ്പനി പുതിയതായിട്ട് ഫോം ചെയ്ത ഒരു കമ്പനി അതിൻ്റെ ഫസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 9 മാസത്തിനുള്ളിൽ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. തുടർന്നുള്ള മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടേണ്ടത് അതിൻ്റെ ഫൈനാൻഷ്യൽ ഇയേഴ്സ് എൻഡ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ നെക്സ്റ്റ് സബ്സീക്വൻ്റ് ആയിട്ടുള്ള ആനുവൽ ജനറൽ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടണം. 2 മീറ്റിങ്ങുകൾ തമ്മിലുള്ള ഗ്യാപ്പ് 15 മാസത്തിൽ കൂടാൻ പാടില്ല. Next, what are the business to be transacted in annual general meeting? ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യേണ്ട മാറ്റേഴ്സ്, ബിസിനസ് എന്തൊക്കെയാണ്? 2 രീതിയിലാണ്: ഓർഡിനറി ബിസിനസ് ആൻഡ് സ്പെഷ്യൽ ബിസിനസ്. ഓർഡിനറി ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓർഡിനറി മാറ്റേഴ്സ് എന്തെല്ലാമാണ് ഒരു ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട ഓർഡിനറി മാറ്റേഴ്സ്. ഫസ്റ്റ്, ടു ഡിക്ലെയർ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ്, ടു ഇലക്ട് ദ ഡയറക്ടേഴ്സിനെ ഇലക്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് വേറൊരു ഓർഡിനറി മാറ്റർ. നെക്സ്റ്റ്, ടു അപ്പോയിൻറ്റ് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള മാറ്ററാണ്. ഇതൊക്കെയാണ് ഓർഡിനറി ബിസിനസ് ടു ബി ഡിസ്കസ്ഡ് ഇൻ ആൻ ആനുവൽ ജനറൽ മീറ്റിംഗ്. നെക്സ്റ്റ്, സ്പെഷ്യൽ ബിസിനസ് ആണ്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ മാറ്റേഴ്സ് ഓഫ് ബിസിനസ് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അതും ഈ ഒരു ഡിസ്കസ് ചെയ്യേണ്ടത് ആനുവൽ ജനറൽ മീറ്റിങ്ങിലാണ്. നെക്സ്റ്റ്, സെക്രട്ടറി ഡ്യൂട്ടീസ് റിഗാർഡിംഗ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ്? ടു എൻഷുവർ ദാറ്റ് ദ ഫൈനൽ അക്കൗണ്ട്സ് ആർ റെഡി. ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യാൻ ഫൈനൽ അക്കൗണ്ട്സ് റെഡിയാണ് എന്ന് ഉറപ്പുവരുത്തുക. ഫൈനൽ അക്കൗണ്ട്സ് റെഡിയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സെക്രട്ടറിയാണ്. ദ ഫൈനൽ അക്കൗണ്ട്സ് വിൽ ബി സബ്മിറ്റഡ് ടു ദി ബോർഡ് മീറ്റിംഗ്. ബോർഡ് മീറ്റിങ്ങിൽ സബ്മിറ്റ് ചെയ്യണം. ഈ ഫൈനൽ അക്കൗണ്ട്സ് ബോർഡ് മീറ്റിങ്ങിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ദ ഓതൻറ്റിക്കേറ്റഡ് ഫൈനൽ അക്കൗണ്ട് സബ്മിറ്റഡ് ടു ദി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ്. ഇനി ഓതൻറ്റിക് ആയിട്ടുള്ള ഫൈനൽ അക്കൗണ്ട്സ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിനും സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇതെല്ലാം ചെയ്യേണ്ടത് ആ ഒരു ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിന്, ആനുവൽ ജനറൽ മീറ്റിങ്ങിന് മുമ്പാണ്. അയാൾ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. മേക്ക് നെസസറി അറേഞ്ച്മെൻറ്റ്സ് ഫോർ പോൾ. വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോളിന് വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റ്സും നടത്തുക. ആൻഡ് ഇഷ്യൂ നോട്ടീസ് ടു ഷെയർ ഹോൾഡേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിനും ഡയറക്ടേഴ്സിനും ഓഡിറ്റേഴ്സിനും മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ടീസ് കൊടുക്കുക. ആൻഡ് ടു ഗെറ്റ് ദ അറ്റൻഡൻസ് രജിസ്റ്റർ വാങ്ങിയിരിക്കണം, അല്ലെങ്കിൽ അറ്റൻഡൻസ് രജിസ്റ്റർ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കണം. ടു ഹെൽപ്പ് ദ ചെയർമാൻ ഇൻ അസേർട്ടൈനിങ് ദ ക്വാറം. മീറ്റിങ്ങിലെ ക്വാറം അല്ലെങ്കിൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ബി പ്രസൻറ്റ് ഇൻ മീറ്റിംഗ്, അതാണ് ക്വാറം. അപ്പം മീറ്റിങ്ങിലെ ക്വാറം കണക്കാക്കാൻ വേണ്ടി ചെയർമാനെ ഹെൽപ്പ് ചെയ്യുക, അതും സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ടു റീഡ് ദ ഓഡിറ്റ് റിപ്പോർട്ട് വായിക്കുക മീറ്റിങ്ങിൽ.
and to prepare the minutes മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. ടു ഗെറ്റ് ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് അപ്രൂവ്ഡ് ബൈ ദി ചെയർമാൻ. ഇനി മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ചെയർമാൻ്റെ അപ്രൂവൽ വാങ്ങുക. മിനിറ്റ്സിൽ ചെയർമാൻ്റെ അപ്രൂവൽ വാങ്ങിയിരിക്കുക. ടു സെൻഡ് ഇൻറ്റിമേഷൻ ഓഫ് ദി അപ്പോയിൻമെൻറ്റ് ആൻഡ് റീ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ്. ഇനി ഡയറക്ടേഴ്സും ഓഡിറ്റേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റും റീ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻറ്റിമേഷൻ അവർക്ക് സെൻഡ് ചെയ്യുക. ഡയറക്ടേഴ്സിൻ്റെ ഓഡിറ്റേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റും റീ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻറ്റിമേഷൻസ് സെൻഡ് ചെയ്യുക. നെക്സ്റ്റ് മീറ്റിംഗ് ആണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ രണ്ടാമത്തെ രീതിയിലുള്ള മീറ്റിംഗ് ആണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. All general meetings other than annual general meetings are called extraordinary general meeting. Annual general meetings അല്ലാത്ത എല്ലാ ജനറൽ മീറ്റിങ്ങുമാണ് എക്സ്ട്രാ ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലാതെ കമ്പനി വിളിച്ചു കൂട്ടുന്ന എല്ലാ ജനറൽ മീറ്റിങ്ങിനെയാണ് എക്സ്ട്രാ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. All business items can be transacted at the extraordinary general meeting or സ്പെഷ്യൽ ബിസിനസ്. എക്സ്ട്രാ ജനറൽ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സ്പെഷ്യൽ മാറ്റേഴ്സാണ്. നോട്ടീസ് ഓഫ് 21 days must be given to members indicating the particulars of the transaction to be discussed. ഈ എക്സ്ട്രാ ജനറൽ മീറ്റിംഗ് നടക്കുന്നതിന് 21 ദിവസം മുമ്പുള്ള ഒരു നോട്ടീസ് ഈ മെമ്പേഴ്സിന് കൊടുത്തിരിക്കണം. എന്തെല്ലാമാണ് എക്സ്ട്രാ ജനറൽ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ട്രാൻസാക്ഷൻ മാറ്റേഴ്സ് അത് സംബന്ധിച്ചിട്ടുള്ള ഒരു നോട്ടീസ് 21 ദിവസത്തിന് മുമ്പ് മീറ്റിങ്ങിന് 21 ദിവസത്തിന് മുമ്പ് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യേണ്ട മെമ്പേഴ്സിന് കൊടുത്തിരിക്കണം. ആൻഡ് എക്സ്ട്രാ മീറ്റിംഗ്സ് ക്യാൻ ബി കോൾഡ് ഇൻ ദി ഫോളോയിങ് വേസ്. എക്സ്ട്രാ മീറ്റിംഗ്സ് എങ്ങനെയൊക്കെയാണ്, ആരെല്ലാമാണ് ഇത് വിളിച്ചു കൂട്ടുക, എങ്ങനെയൊക്കെയാണ് എക്സ്ട്രാ ജനറൽ മീറ്റിംഗ് വിളിക്കുക. ഫസ്റ്റ്, എക്സ്ട്രാ ജനറൽ മീറ്റിംഗ് ക്യാൻ ബി കോൾഡ് ബൈ ഡയറക്ടേഴ്സിന് വിളിച്ചു കൂട്ടാം ഒരു എക്സ്ട്രാ ജനറൽ മീറ്റിംഗ്. നെക്സ്റ്റ്, ബൈ ഡയറക്ടേഴ്സ് ഓൺ ദി റിക്വസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഇനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഡയറക്ടേഴ്സിന് ഒരു എക്സ്ട്രാ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. ആൻഡ് ബൈ ദി റിക്വസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം കമ്പനി ഒരു എക്സ്ട്രാ ജനറൽ മീറ്റിംഗ് വിളിക്കാം. അതായത് ഷെയർ ഹോൾഡേഴ്സിനും ഒരു എക്സ്ട്രാ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. ആൻഡ് ബൈ ദി ട്രിബ്യൂണലിനും ഒരു കമ്പനിയുടെ എക്സ്ട്രാ മീറ്റിംഗ് വിളിച്ചു കൂട്ടാനുള്ള റൈറ്റ് ഉണ്ട്, പവർ ഉണ്ട്. നെക്സ്റ്റ്, വാട്ട് ആർ ദി സെക്രട്ടറി ഡ്യൂട്ടീസ്. ഇനി സെക്രട്ടറിയുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ് ഈ എക്സ്ട്രാ ജനറൽ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട്? വാട്ട് ആർ ദി ഡ്യൂട്ടീസ് ഓഫ് സെക്രട്ടറി? എ ബോർഡ് മീറ്റിംഗ് ഇസ് ടു ബി കൺവീൻഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി ചെയർമാനുമായിട്ട് ഡിസ്കസ് ചെയ്ത് ചെയർമാൻ്റെ അഭിപ്രായപ്രകാരം ഒരു ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കണം എക്സ്ട്രാ മീറ്റിങ്ങിൻ്റെ മുമ്പായിട്ട്. ആൻഡ് ഹി ഷുഡ് പ്രിപ്പയർ ദ അജൻഡ ഓഫ് ദ മീറ്റിംഗ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി ചെയർമാനുമായിട്ട് ഡിസ്കസ് ചെയ്ത് ചെയർമാൻ്റെ ഒരു അഭിപ്രായപ്രകാരം മീറ്റിങ്ങിൻ്റെ അജൻഡ, ഈ ഒരു എക്സ്ട്രാ ജനറൽ മീറ്റിങ്ങിൻ്റെ അജൻഡ പ്രിപ്പയർ ചെയ്തിരിക്കേണ്ടതും സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ആൻഡ് ഹി ഹാസ് ടു അസർട്ടൈൻ ദ ക്വാറം. എക്സ്ട്രാ ജനറൽ മീറ്റിങ്ങിൽ എത്രയാണ് ക്വാറം, അതായത് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ബി പ്രസൻറ്റ്. എക്സ്ട്രാ ജനറൽ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യേണ്ട മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ് എന്ന് കണക്കാക്കേണ്ടതും സെക്രട്ടറിയാണ്. ആൻഡ് ഹി ഹാസ് ടു പ്രിപ്പയർ ലിസ്റ്റ് ഓഫ് പ്രോക്സീസിൻ്റെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതും സെക്രട്ടറിയാണ്. പ്രോക്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പർക്ക് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു മെമ്പർ അയക്കുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവാണ് പ്രോക്സി. കമ്പനിയുടെ ഏതെങ്കിലും ഒരു മെമ്പറിന് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ആ മെമ്പർ സെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മെമ്പർ അയാൾക്ക് വേണ്ടി അയക്കുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവാണ് പ്രോക്സി. അങ്ങനെ ലിസ്റ്റ് ഓഫ് പ്രോക്സീസിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടതും ഈ ഒരു സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ആൻഡ് ഹി ഹാസ് ടു ടേക്ക് ഡൗൺ നോട്ട്സ് ഓഫ് ദി പ്രൊസീഡിങ്സ് ഓഫ് ദ മീറ്റിംഗ്. കമ്പനിയുടെ മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്ന മീറ്റിങ്ങിൻ്റെ പ്രൊസീഡിങ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ട്സ് എഴുതിയെടുക്കേണ്ടതും സെക്രട്ടറിയാണ്. കമ്പനി മീറ്റിങ്ങിൻ്റെ പ്രൊസീഡിങ്സുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സ് എഴുതേണ്ടതും സെക്രട്ടറിയാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ഈസ് ക്ലാസ് മീറ്റിംഗ്, where the share capital of a company is divided into different classes of shares. Meetings of different classes of shareholders may have to be called. It is known as class meeting. ഒരു കമ്പനി ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസ്സസ് ഓഫ് ഷെയർസിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. ഇതാണ് ക്ലാസ് മീറ്റിംഗ്. ഒരു കമ്പനി ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഷെയർസ് ഇറക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കണം. ഇതാണ് ക്ലാസ് മീറ്റിംഗ്. These are about shareholders meeting. There are 3 kinds of meeting of shareholders.
annual general meeting, extraordinary general meeting, and class meeting of shareholders.